നമസ്കാരം. പ്രാചീന ഈജിപ്ത് കാലം മാറ്റാത്ത അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും ഒരു ലോകമാണ്. മണലാരണ്യങ്ങൾക്കും നൈൽ നദിയുടെ തീരങ്ങൾക്കുമിടയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹത്തായ നാഗരികത ഉയർന്നു വന്നു. ഇന്ന് ആ നാഗരികതയുടെ ശേഷിപ്പുകൾ നമ്മെ വിസ്മയിപ്പിക്കുകയും നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. പിരമിഡുകളാണ് ഈജിപ്തിന്റെ നിഗൂഢതകളുടെ പ്രതീകം. ഗിസയിലെ മഹാപിരമിഡ് എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഭീമാകാരമായ കല്ലുകൾ എങ്ങനെയാണ് നൂറുകണക്കിന് അടി ഉയരത്തിൽ എത്തിച്ചത് എന്ന ചോദ്യം ശാസ്ത്രജ്ഞരുടെയും ചരിത്രകാരന്മാരുടെയും ഒരുപോലെ കുഴയ്ക്കുന്നു. ഇത് അന്യഗ്രഹ ജീവികളുടെ സഹായത്തോടെയാണോ അതോ മനുഷ്യന്റെ അസാമാന്യമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ടാണോ സംഭവിച്ചത് എന്നത് ഒരു തർക്ക വിഷയമാണ്. ഫറവോന്മാരുടെ ശവകുടീരങ്ങളും മറ്റൊരു നിഗൂഢതയാണ്. തൂതൻഖാമന്റെ ശവകുടീരം കണ്ടെത്തിയപ്പോൾ അതിൽ നിറയെ സ്വർണവും അമൂല്യ വസ്തുക്കളുമായിരുന്നു. എന്നാൽ ഈജിപ്ഷ്യൻ പുരാവസ്തു ഗവേഷകർക്കിടയിൽ ഫറവോന്റെ ശാപം എന്നൊരു വിശ്വാസമുണ്ട്. ശവകുടീരം തുറന്ന പലർക്കും പിന്നീട് അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ സംഭവിച്ചു എന്നത് യാദൃച്ഛികമായിരിക്കാം. എങ്കിലും ഇത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ നിഗൂഢമായ വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. ഹൈറോഗ്ലിഫിക്സ് എന്ന പുരാതന ലിപിയും ഒരു കടങ്കഥയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിച്ച റോസെറ്റോ സ്റ്റോൺ കണ്ടെടുക്കുന്നതുവരെ ഈ ലിപി വായിക്കാൻ സാധിച്ചിരുന്നില്ല. അവരുടെ വിശ്വാസങ്ങൾ, ജീവിത രീതികൾ, ശാസ്ത്രം എന്നിവയെല്ലാം ഈ ചിത്രലിപിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈജിപ്തിന്റെ ഈ നിഗൂഢതകൾ മനുഷ്യന്റെ ജിജ്ഞാസയെ നിരന്തരം ഉണർത്തുന്നു. ഒരിക്കലും അവസാനിക്കാത്ത വിധം രഹസ്യങ്ങളാണ് ഈജിപ്തിൽ നിന്ന് ഗവേഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒന്നാണ് മുതലകൾ കാവൽ നിന്നിരുന്ന എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രവും. ഈജിപ്തിന്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള കോം ഓംബോ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം. ഈജിപ്തിലെ ഒരേ ഒരു ഇരട്ട ക്ഷേത്രമായിരുന്നു ഇത്. അതായത് ഒരു ക്ഷേത്രത്തിൽ തന്നെ രണ്ട് പ്രധാന ദൈവങ്ങളെ ആരാധിച്ചിരുന്നു എന്നർത്ഥം. ഏകദേശം 2300 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ മുതലകളുടെ ദൈവമായ സോബെക്കിനെയും രോഗങ്ങളെല്ലാം ഭേദമാക്കുന്ന ഫാൽക്കൺ തലയുള്ള ഹൊറോസിനെയുമായിരുന്നു ആരാധിച്ചിരുന്നത്. നൈൽ നദിയുടെ തീരത്താണ് ക്ഷേത്രം. അതിനാൽ തന്നെ നദിയിലെ കുറ്റൻ മുതലകൾ ക്ഷേത്രത്തിൽ സ്ഥിരം സന്ദർശകരായിരുന്നു. എന്നാൽ ഇവ ആരെയും ആക്രമിച്ചിരുന്നില്ല. മാത്രവുമല്ല, ചത്തതിനു ശേഷം ഈ മുതലകളെയെല്ലാം ക്ഷേത്രത്തിൽ മമ്മികളായി സൂക്ഷിച്ചു പോന്നു. അത്തരത്തിലുള്ള 300ഓളം മുതല മമ്മികൾ ഇന്നും ക്ഷേത്രത്തിന് സമീപത്തെ കൊക്രഡേൽ മ്യൂസിയത്തിൽ പ്രദർശനത്തിനുണ്ട്. ഹോറാസ് ആകട്ടെ ഏത് രോഗത്തിനും മരുന്നറിയാവുന്ന ദൈവമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അതിനാൽ തന്നെ രോഗശാന്തി തേടി ഒട്ടേറെ പേർ ഇവിടെ എത്തുമായിരുന്നു. മെഡിക്കൽ ഉപകരണങ്ങളെ പറ്റി ലോകത്ത് ആദ്യമായി അടയാളപ്പെടുത്തിയത് കോം ഓംബോ ക്ഷേത്രത്തിന്റെ ചുമരുകളിലാണെന്നാണ് കരുതുന്നത്. ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന സർജറി ഉപകരണങ്ങൾക്ക് സമാനമായ കത്രികകളും ഉൾപ്പെടെ 40 രൂപങ്ങൾ ക്ഷേത്രത്തിന്റെ ചുമരിലുണ്ട്. ഇത്തരം നിഗൂഢ രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നതിനാൽ തന്നെ കോം ഓംബോയിൽ നിന്നും ലഭിക്കുന്ന ഓരോ വിവരവും പുരാവസ്തു ഗവേഷകർക്ക് നിധിയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.